അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിവിടെ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈ പ്രിസ്റ്റസ് കാർഡാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി പുറമെ കാണിക്കുന്നത് എന്താണോ ആ ഒരു കാര്യമല്ല ഉള്ളിൽ അനുഭവിക്കുന്നത്. ഉള്ളിൽ ഉള്ളതും പുറമേ ഉള്ളതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. പുറമെ നോക്കുമ്പോൾ അവര് വളരെ ഒരു ശാന്തനോ അതുപോലെ ശാന്തമായിരിക്കും, സൈലന്റ് ആയിട്ടിരിക്കുന്ന പോലെ ആയിരിക്കാം. ജീവിതം സാധാരണ പോലെ മുന്നോട്ട് പോകുന്നതായിട്ട് തോന്നാം. ജോലി ഉണ്ട്, അതുപോലെ തന്നെ ഫാമിലി, സുഹൃത്തുക്കള് എല്ലാം ആ ഒരു പതിവ് നടക്കുന്നത് പോലെ തന്നെ നമുക്ക് തോന്നും. പക്ഷെ അവരുടെ മനസ്സിനുള്ളില് മാത്രം ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അവർ ആരോടും തുറന്നു പറയാത്ത ഒത്തിരി ഫീലിങ്സുകൾ ഹൃദയത്തിൽ അടുക്കി വെച്ചിരിക്കുകയാണ്. പല രാത്രികളിലും എല്ലാവരും ഉറങ്ങിയതിനു ശേഷം അവര് ഒറ്റയ്ക്ക് ചിന്തിക്കുന്ന ചില നിമിഷങ്ങൾ കാണുന്നുണ്ട്. ഈ ഒരു ഞാൻ എടുത്ത തീരുമാനം ശരിയായിരുന്നോ, ഞാൻ ഈ ഒരു വ്യക്തിയെ നഷ്ടപ്പെടുത്തി ഞാൻ നഷ്ടപ്പെടുത്തിയ ആ ഒരു വ്യക്തി ഇപ്പോഴും എന്നെ ഓർക്കുന്നുണ്ടാകുമോ, അല്ലെങ്കിൽ എന്നെ ഓർത്ത് അവർ വിഷമിക്കുന്നുണ്ടോ, ഇത്തരത്തിലുള്ള ചിന്തകൾ അവരുടെ മനസ്സിലൂടെ പലപ്പോഴും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡ് ശക്തമായ ഒരു സ്പിരിച്വൽ കണക്ഷനെയും സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ ഓർക്കുമ്പോൾ ചിലപ്പോൾ കാരണമില്ലാതെ അവരുടെ മനസ്സുകൾ അസ്വസ്ഥമാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പഴയ ഓർമ്മകൾ, നിങ്ങൾ പറഞ്ഞ ഒരു വാക്കായിരിക്കാം, ചിലപ്പോൾ ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ, ഇതെല്ലാം അവരെ നിങ്ങളിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഹൈ പ്രിസ്റ്റസ് കാർഡ് പറഞ്ഞു തരുന്നത്. പിന്നീട് നമുക്ക് വരുന്നൊരു കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. ഈ ഒരു 9 ഓഫ് കപ്സ് ഈ കാർഡ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു സാധാരണ വ്യക്തിയല്ല, അതൊരു കാഷ്വൽ ആയിട്ട് വന്നു പോയ ഒരു വ്യക്തി അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ട് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയല്ല ഇത് എന്നുള്ളതാണ്. ഒരു കാലത്ത് അവരുടെ മനസ്സിന് ഒത്തിരി സമാധാനം കണ്ടെത്തിയ ഒരിടമായിരുന്നു നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവര് ഒത്തിരി സമാധാനം നിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കാലത്ത് അവർ മനസ്സിന് സമാധാനം കണ്ടെത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ, അല്ലെങ്കിൽ ഒരു ഇടമായിരുന്നു നിങ്ങൾ. അപ്പൊ നിങ്ങളോടൊപ്പമുള്ള ഒരു ചെറിയ നിമിഷങ്ങൾ പോലും ഇപ്പോ അവർക്ക് വിലപ്പെട്ട ഓർമ്മകളായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അവര് സ്വയം ആ ഒരു കാര്യം സമ്മതിക്കാതിരിക്കാം, പക്ഷെ ഹൃദയം പറയുന്നത് വേറെയാണ്. ആ വ്യക്തി എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ശരിക്കും ഒരു അനുഗ്രഹമായിരുന്നു എന്ന് അവരുടെ ഹൃദയം അവരോട് പറയുന്നു. അല്ലെങ്കിൽ അത്തരത്തിലൊരു തോന്നൽ അവർക്കുണ്ട്. എന്നിരുന്നാലും ഈ ഒരു ഫീലിങ്സുകൾ പുറത്തേക്ക് പ്രകടിപ്പിക്കാനായിട്ട് അവരിപ്പോഴും തയ്യാറല്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് ഇപ്പോഴും ചില പേടി മനസ്സിന്റെ ഉള്ളിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റിസ് കാർഡാണ് പിന്നെ വന്നിട്ടുള്ളൊരു കാർഡ്. ഈ ഒരു ജസ്റ്റിസ് കാർഡ് വന്നപ്പോൾ ഇവിടെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങളോട് അവർ ചെയ്ത ചില കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ അവര് ആഴത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞു പോയ ഒരു കടുപ്പമുള്ള വാക്കായിരിക്കാം, അല്ലെങ്കിൽ പറയാതെ പോയ ചില സത്യങ്ങളായിരിക്കാം. ഇതൊക്കെയാണ് ഇപ്പോൾ അവരുടെ മനസ്സിനെ ശരിക്കും അലട്ടുന്നത്. ഞാൻ അന്ന് കുറച്ചും കൂടി ഒരു ക്ഷമ കാണിക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ഷമയോടെ സംസാരിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഇന്ന് കാര്യങ്ങൾ വേറെ ഒരു രീതിയിലേക്ക് പോയേനെ. ഇത്തരത്തിലുള്ള ഒരു കുറ്റബോധം അവർക്ക് തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം കർമ്മം ഓരോരുത്തരെയും അവരുടെ പ്രവൃത്തികളുടെ ഫലത്തിലേക്ക് നയിക്കും എന്നൊരു തിരിച്ചറിവ് ഇപ്പോൾ അവർക്ക് വരുന്നതായിട്ടുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ് വരുന്നത്. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് നിങ്ങൾ അവരുടെ മനസ്സിൽ ആരാണ് എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു കാർഡ് നിങ്ങളുടെ ഊർജ്ജത്തെയും ഇവിടെ കാണിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയെയും കുറിച്ച് സംസാരിക്കുന്നു. അവരുടെ കാഴ്ചയിൽ നിങ്ങൾ ശരിക്കും വിശ്വസിക്കാൻ, ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. സ്നേഹിക്കാനും അതുപോലെ തന്നെ കരുതാനും അറിയുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ. എന്ത് പ്രതിസന്ധി വന്നാലും കൈവിടാത്ത ഒരു വ്യക്തിയാണ്. അവര് പലരെയും കണ്ടുമുട്ടിയിട്ടുണ്ട് അവരുടെ ലൈഫിൽ. പക്ഷെ നിങ്ങളെ പോലെ ഒരു ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയെ അവരുടെ ലൈഫിലേ കണ്ടിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ടാണ് നിങ്ങളെ മറക്കാൻ ശ്രമിച്ചാലും പൂർണ്ണമായി അത് മറക്കാനായിട്ട് അവർക്ക് കഴിയാത്തത്. അപ്പൊ നിങ്ങളോടുള്ള ആ ഒരു റെസ്പെക്ട് അവരുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ 6 ഓഫ് സോഴ്സിന്റെ ഒരു കാർഡ് വരുന്നുണ്ട്. ഈ ഒരു 6 ഓഫ് സോഴ്സിന്റെ കാർഡ് കാണിക്കുന്നത് അവരൊരു മാനസികമായിട്ടുള്ള ഒരു യാത്രയിലാണ് എന്നുള്ളതാണ്. അതായത് പഴയ വേദനകളിൽ നിന്ന് പുറത്തു വരാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ആ യാത്ര അവർക്ക് അത്ര എളുപ്പമല്ല. ഓരോ തവണ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴും ആ ഒരു പാസ്റ്റിലെ ഓർമ്മകൾ പിന്നിലേക്ക് അവരിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ മനസ്സ് പലപ്പോഴും നിങ്ങളിലേക്ക് തിരികെ എത്തുകയാണ്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരികെ വരികയാണ്. മുന്നോട്ടേക്ക് പോകുമ്പോൾ വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് പോലും പലപ്പോഴും അവർ ചിന്തിക്കുന്നുണ്ട്.
പക്ഷെ ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ പേടിയോ ഒക്കെ അവരെ ഒന്ന് നിശബ്ദരാക്കി കളയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോ പിന്നെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 7 of Cups ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡ് അവരുടെ മനസ്സിൽ ഒരു ആശയക്കുഴപ്പത്തെ ആണ് കാണിക്കുന്നത്. ഈ കാർഡ് വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ കാണുന്നത് നിങ്ങളുടെ വ്യക്തി ഒരു വലിയ കൺഫ്യൂഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ മുന്നിൽ ഒരുപാട് സാധ്യതകളും ഒരുപാട് ചിന്തകളുമുണ്ട്. പക്ഷെ ഏത് വഴിയാണ് ശരിയെന്ന് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. ഒരു ദിവസം അവര് മനസ്സിൽ ഉറപ്പിക്കും, എനിക്ക് ഇനി ഒരു വ്യക്തിയോട് സംസാരിക്കണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളെ വിളിക്കണം, ഇനി മിണ്ടാതിരിക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ ഒരു അവസ്ഥയിലേക്ക് അവരെത്തും. പക്ഷെ തൊട്ടടുത്ത ദിവസം വീണ്ടും മനസ്സ് മാറും. ഇനി സംസാരിച്ചിട്ട് എന്താണ് പ്രയോജനം, എല്ലാം കഴിഞ്ഞില്ല, പണ്ടത്തെ ഒരു വൈബൊന്നും ഇനി വരാനും പോകുന്നില്ല, ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും വരാനും പോകുന്നില്ല, ഒരു പ്രയോജനവും ഇല്ല എന്ന രീതിയിൽ ഇങ്ങനെ മനസ്സുമായിട്ട് ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയായിട്ട് അവർ ജീവിക്കുകയാണ്. അപ്പൊ ചിലപ്പോൾ അവർ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് ഒക്കെ നോക്കുന്നുണ്ടാകാം, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ എന്നൊക്കെ അറിയാനായിട്ട് ശ്രമിക്കുന്നൊക്കെ ഉണ്ടാകാം. നിങ്ങൾ സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത്, ആരുമെങ്കിലുമായിട്ട് പുതിയ റിലേഷൻഷിപ്പിലാണോ, നിങ്ങൾ അവരെ മറന്നോ, ഇത്തരം ചോദ്യങ്ങളൊക്കെ അവരുടെ മനസ്സിലൂടെ പലപ്പോഴും കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാർഡ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അവര് പലപ്പോഴും യാഥാർത്ഥ്യത്തെക്കാൾ സ്വന്തം മനസ്സിൽ കഥകൾ സൃഷ്ടിച്ച് അതിൽ തന്നെ കുടുങ്ങിപ്പോകുന്ന ഒരു വ്യക്തി, അങ്ങനത്തെ ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നത്. അപ്പൊ സംസാരിച്ചാൽ പരിഹരിക്കാവുന്ന പല കാര്യങ്ങളും അവർ മനസ്സിൽ മാത്രം ചിന്തിച്ച് കൂടുതൽ സങ്കീർണമാക്കുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഈ ഒരു കാർഡിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കാർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പേജ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ് വരുന്നത്. പേജ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാർഡ് പ്രതീക്ഷയുടെ കാർഡാണ്. നമുക്ക് ഒത്തിരി ഹോപ്പ് നൽകുന്ന ഒരു കാർഡാണ്. അവരുടെ ഉള്ളിൽ ഇപ്പോഴും ചെറിയ ഒരു ശബ്ദമുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രതീക്ഷയുണ്ട്. ഒരിക്കൽ കൂടി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വീണ്ടും ഒരു തുടക്കം സാധ്യമാകുമോ എന്നൊക്കെയുള്ള ചിന്തകൾ അവരുടെ മനസ്സിലുണ്ട്. അപ്പൊ ഈ ആഗ്രഹം ചെറുതാണെങ്കിലും സത്യമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അവരിപ്പോ പെട്ടെന്ന് വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഓരോ ചുവടും അവർ ആലോചിച്ചാണ് വെക്കുന്നത്. അതുകൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് അവർക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നർത്ഥമില്ല, മറിച്ച് തെറ്റായ ഒരു തീരുമാനം വീണ്ടും എടുക്കാനായിട്ട് അവർ പേടിക്കുകയാണ്. അപ്പൊ ചിലർക്കായിട്ട് ഇതൊരു ചെറിയ മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോള് അല്ലെങ്കിൽ പരോക്ഷമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ശ്രമം, അതിനെ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും ഈ ഒരു കാർഡ്. എന്നാൽ അതിന് അവർക്കൊരു ധൈര്യം ഇനിയും വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഒരു കാർഡ് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. ഈ ഒരു കാർഡ് വളരെ ഒരു സ്റ്റെബിലിറ്റി, സ്ഥിരതയുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ജീവിതത്തിൽ സുരക്ഷയും സമാധാനവും തേടുകയാണ്. അതായത് സമാധാനത്തിന് ഒരു മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ നല്ലൊരു സുരക്ഷിതത്വവും അവർ തേടുന്ന ഒരു സമയമാണ്. പുറമെ അവർ ചിലപ്പോൾ ജോലി, സാമ്പത്തിക കാര്യങ്ങൾ, കുടുംബ ഉത്തരവാദിത്തങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാം. പക്ഷെ അതുകൊണ്ട് നിങ്ങളെ മറന്നു എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ചില ആളുകൾക്ക് സ്നേഹം പ്രകടിപ്പിക്കുന്നതിലും എളുപ്പം അവർക്ക് ജോലി ചെയ്യാനാ പറ്റും, അല്ലെങ്കിൽ അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നത് പോലെ, ബിസി ആയിട്ടിരിക്കുന്ന പോലെ കാണിക്കാൻ പറ്റും. പക്ഷെ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് അവർക്ക് പറ്റില്ല. അവരും ഈ നിങ്ങളുടെ പേഴ്സണും അത്തരത്തിലുള്ള ഒരാളായിരിക്കാം. അവരെ സ്നേഹിക്കുന്നില്ല എന്നർത്ഥമില്ല, അവര് അത് എങ്ങനെ പ്രകടിപ്പിക്കണം അവർക്ക് അറിയുന്നില്ല. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരൊരു പക്വമായ ബന്ധമാണ് ആഗ്രഹിക്കുന്നത്. അനാവശ്യമായ വഴക്കുകളോ തെറ്റിദ്ധാരണകളോ ഇല്ലാത്ത ഒരു മനോഹരമായിട്ടുള്ള ഒരു ബന്ധം. അപ്പൊ വിശ്വാസമുള്ള, ബഹുമാനമുള്ള, ദീർഘകാലം നിലനിൽക്കുന്ന ഒരു ബന്ധം എന്നും അവരോടൊപ്പം ഉണ്ടാകണം എന്ന രീതിയിലാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന അവര് ആഗ്രഹിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 5 of Wands ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഈ കാർഡ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അവരുടെ യഥാർത്ഥ ശത്രു മറ്റാരുമല്ല, അവരുടെ സ്വന്തം മനസ്സ് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ശത്രു. ഒരു ഭാഗത്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു, മറ്റൊരു ഭാഗത്ത് അവരതിനെ ഭയപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അതിന് ഭയപ്പെടാനുള്ള കാരണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ചിലർക്ക് ഞാൻ വീണ്ടും ഇനി നിരസിക്കപ്പെടുമോ, എൻ്റെ റിക്വസ്റ്റ് ഞാനിപ്പോ വീണ്ടും സ്നേഹത്തിലാകാനായിട്ട് വരുമ്പോൾ റിജക്ഷൻ കിട്ടുമോ എന്ന് പേടിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇനി അവരെന്നെ സ്വീകരിച്ചില്ലെങ്കിൽ എനിക്കത് ഭയങ്കര ഹേർട്ട് ആകില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പിന്നെ വീണ്ടും പഴയ ഒരു വേദന ആവർത്തിച്ച പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് വന്നെങ്കിലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പേടിക്കുന്നത്. ഇത്തരം പേടികളെ അവരെ ഇങ്ങനെ പിന്നോട്ടേക്ക് വലിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പൊ കുറച്ച് ആളുകളുടെ ആരെ നോക്കുവാണെങ്കിൽ കുറെ ആളുകളുടെ ഫാമിലിയിലുള്ളവരുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് ഇത് വേണ്ടാന്ന് വെക്കുന്ന വ്യക്തികളുണ്ട്.
സുഹൃത്തുക്കളുടെ സ്വാധീനം കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിൽ കുറച്ച് സാഹചര്യങ്ങൾ വന്നുപോയി, അപ്പൊ ഈ ഒരു ജീവിത സാഹചര്യങ്ങളോട് പോരാടുന്ന സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് ഡ്രോപ്പ് ഔട്ട് ആക്കി വിടുന്ന വ്യക്തികളെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ടാണ് അവർ ഒരിക്കലും മുന്നോട്ട് വരുന്നത് പോലെ തോന്നുമെങ്കിലും പിന്നെ വീണ്ടും നിശബ്ദരാകുന്ന പോലെ തോന്നുന്നത്. ഓക്കെ, പിന്നെ നമ്മളിവിടെ ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ ഒരു കറണ്ട് എനർജി എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ആഴത്തിലാണ് അതുള്ളത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ ഇതുവരെ വന്ന കാർഡുകൾ ഒരുമിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ ഒരു ബന്ധം അവരുടെ മനസ്സിൽ ഒരു സാധാരണ ഓർമ്മയല്ല, നിങ്ങളെ അവർ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷവും വിഷമവും ഒരുമിച്ച് അവർക്ക് അനുഭവപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അവർക്ക് മുന്നോട്ട് പോകാനും പൂർണ്ണമായിട്ട് വിട്ടുകളയാനും ഒരുപോലെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഇതൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമാണ്, അവരുടെ മാത്രം ഒരു പ്രശ്നമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഹൃദയത്തിന്റെ ആഴത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു മാനസിക ബന്ധത്തിന്റെ എനർജിയാണ് ഈ ഒരു കാർഡുകളെല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ എംപ്രസ് കാർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. എംപ്രസ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ അവർ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ദി എംപ്രസ് കാർഡിലൂടെ. ഈ ഒരു കാർഡ് വന്ന നിമിഷം തന്നെ വളരെ മനോഹരമായ ഒരു എനർജി ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങൾ ഇന്നും വലിയ വിലപ്പെട്ട ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അപ്പൊ നിങ്ങളുടെ സ്നേഹം, കരുതല്, ക്ഷമ, പിന്തുണ ഇതെല്ലാം അവരിപ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അത് മിസ് ചെയ്തപ്പോഴാണ് അവർ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയത്. നിങ്ങൾ ഒരു പക്ഷെ അവരുടെ ജീവിതത്തിൽ സമാധാനം നൽകിയ ഒരു വ്യക്തിയായിരുന്നു. അവർ തളർന്ന ദിവസങ്ങളിൽ ആശ്വാസം നൽകിയ ഒരു വ്യക്തിയായിരിക്കാം. അവരെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നിയ സമയത്ത് അവരുടെ വാക്കുകൾ കേട്ട് നിന്ന ഒരു വ്യക്തി. ചിലപ്പോൾ ഒരു ബന്ധത്തിന്റെ വില മനസ്സിലാക്കുന്നത് അത് അകന്നു പോയതിനു ശേഷമാണ്. അപ്പൊ ആ ഒരു അവസ്ഥയാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അവര് ഇപ്പോ നിങ്ങളെ നഷ്ടപ്പെട്ടതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ വരുന്നത് 2 ഓഫ് സോർട്സിന്റെ ഒരു കാർഡാണ്. ഈ ഒരു 2 ഓഫ് സോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവർ ഇപ്പോഴും ഒരു മൗനമായിട്ട് ഇരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാർഡ് അവരുടെ മൗനത്തിന്റെ കാരണം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അവർക്ക് വികാരമില്ലാത്തത് കൊണ്ടോ സ്നേഹമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല അവർ നിങ്ങളുമായിട്ട് സംസാരിക്കാത്തത്, മറിച്ച് ഏത് തീരുമാനമാണ് ശരിയെന്ന് അറിയാത്തതിനാൽ ഒരു വശത്ത് അവരുടെ ഹൃദയം പറയുന്നുണ്ട് പോയി സംസാരിക്കൂ, ഒരിക്കൽ കൂടി ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്നൊക്കെ ഒരു വശത്ത് പറയുന്നുണ്ട്. അപ്പൊ മറുവശത്ത് അവരുടെ മനസ്സ് പറയുകയാണ് ഇത് ഒത്തിരി വൈകിപ്പോയി, അല്ലെങ്കിൽ പല വാക്കുകൾ നീ കൈവിട്ട് പറഞ്ഞു പോയി, പല പ്രവൃത്തികളും നീ ചെയ്തു പോയി, ഇനി വീണ്ടും ഇതിലേക്ക് ചെന്നാൽ നീ വീണ്ടും വേദനിക്കേണ്ടി വരും, അല്ലെങ്കിൽ നീ അവരെ വീണ്ടും വേദനിപ്പിക്കേണ്ടി വരും, അതുകൊണ്ട് വേണ്ട എന്ന രീതിയിൽ ഒരു വശത്ത് അവരുടെ മനസ്സിങ്ങനെ പറയണം. അപ്പൊ ഈ 2 ശബ്ദങ്ങൾക്കിടയിലാണ് അവരിങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് കുറച്ച് ഈഗോസും ഫിയറും ഒക്കെ ചേർന്നിട്ട് ഒരു മതിൽ അവിടെ പണിതിരിക്കുകയാണ്. ആ മതില് തകർക്കാൻ അവർക്ക് ഇപ്പോഴും കുറച്ച് സമയം ആവശ്യമായേക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 8 ഓഫ് വാൻസിന്റെ ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കാർഡ് ഈ റീഡിങ്ങിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു കാർഡുകളിൽ ഒന്നാണ്. ഇവിടെ ഒരു നിശ്ചലമായി കിടക്കുന്ന അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ്സും ഇല്ലാതെ കിടക്കുന്ന ഒരു എനർജി എന്നേക്കും തുടരണമെന്നില്ല, അല്ലെങ്കിൽ തുടരില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഈ കാർഡ് പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ കാര്യങ്ങൾ വേഗത്തിൽ മാറാനുള്ള സാധ്യതയാണ് നമുക്കിവിടെ ഈ ഒരു കാർഡിലൂടെ മനസ്സിലാവുന്നത്. ചിലർക്കായിട്ട് ഇതൊരു മെസ്സേജ് ആയിട്ട് നിങ്ങളിലേക്ക് ഒരു മെസ്സേജോ ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയോ ഒക്കെ വരാനായിട്ടുള്ള ഒരു ചാൻസസ് ആണ്. എന്നാൽ അതിനുള്ള ഒരു സമയം കൃത്യമായിട്ട് ഈ കാർഡ് പറയുന്നില്ല. പകരം മൗനം എന്നും മൗനമായി തുടരില്ല എന്നുള്ളൊരു സൂചനയാണ് ഈ കാർഡ് നൽകുന്നത്. എന്നിരുന്നാലും ഈ ഒരു ബന്ധം മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് വ്യക്തതയും ഉണ്ടാകണം, അതുപോലെ തന്നെ തുറന്ന ഒരു കമ്മ്യൂണിക്കേഷനും ആവശ്യമാണ് എന്നുള്ളതും കൂടി ഈ ഒരു കാർഡ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. ദെൻ മാസ്റ്റർ കാർഡ് നമുക്ക് വന്നിട്ടുള്ളത് 5 ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. അതായത് അവസാന കാർഡ് ഹൃദയത്തെ സ്പർശിക്കുന്ന ഒന്നാണ്. പുറമെ ശക്തനായിട്ട് കാണാൻ ശ്രമിക്കുന്ന ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു തീരാത്ത വിഷമം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്.
അവര് ചില നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തി എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ചില വാക്കുകൾ പറയാതെ പോയി, ചില തെറ്റുകൾ തിരുത്താതെ അവർക്ക് പോകേണ്ടി വന്നു. ഇന്ന് അതിന്റെ ഒരു ഭാരം അവർ അനുഭവിക്കുന്നതായിട്ട് ഈ കാർഡ് സൂചിപ്പിക്കുകയാണ്. അവർ പലപ്പോഴും ചിന്തിച്ചേക്കാം, അന്ന് ഞാൻ കുറച്ചുകൂടി ഒരു ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അന്ന് ഞാൻ എൻ്റെ ഒരു ഫീലിങ്സുകളൊക്കെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് അങ്ങനെയൊക്കെ അവർ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സ്റ്റോറിയുടെ കഥ തന്നെ മാറുമായിരുന്നില്ലേ എന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുറ്റബോധമൊക്കെ അത് യാഥാർത്ഥ്യമായിട്ട് അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. പക്ഷെ ആ ഒരു കുറ്റബോധം മാത്രം ഒരു ബന്ധം തിരികെ കൊണ്ടുവരില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതിന് പ്രവൃത്തിയും തുറന്ന ഒരു കമ്മ്യൂണിക്കേഷനും ആവശ്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം യൂണിവേഴ്സിന്റെ അവസാനമായിട്ടുള്ള ആ ഒരു ഗൈഡൻസ് എന്താണ്, അല്ലെ സന്ദേശം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ മുഴുവൻ കാർഡുകളും ചേർന്ന് പറയുന്ന സന്ദേശം ഇതാണ്: നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സുകൾ പൂർണ്ണമായിട്ടും അവസാനിച്ചു എന്ന് ഈ സ്പിരിറ്റ് പറയുന്നില്ല. പകരം അവരിപ്പോൾ സ്വന്തം മനസ്സിനോടാണ് ഏറ്റവും വലിയ പോരാട്ടം നടത്തുന്നത്. നിങ്ങളെ അവർ ബഹുമാനിക്കുന്നുണ്ട്, നിങ്ങളുടെ വില അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെ ആ ഒരു പേടിയും ഈഗോയും ആശയക്കുഴപ്പങ്ങളും ഒക്കെ, ഈ കാര്യങ്ങളൊക്കെ അവരെ ഇങ്ങനെ തടഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഈ ഒരു കാത്തിരിപ്പിൽ നിർത്തി വെക്കരുത് എന്ന് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെ വളർച്ച, അതുപോലെ സമാധാനം, ആത്മവിശ്വാസം, ഇതിലൊക്കെ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. നിങ്ങൾ നിങ്ങളുടെ പ്രകാശത്തിൽ നിലകൊള്ളുമ്പോൾ ഈ ഒരു ബന്ധത്തിന് വിധിയിൽ വീണ്ടും ഒരു അവസരമുണ്ടെങ്കിൽ അത് ശരിയായ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ എത്തും എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങളുടെ മനസ്സുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഓർക്കുക, ചില ബന്ധങ്ങൾ നമ്മളെ പരീക്ഷിക്കാനായിട്ട് വരുന്നതാണ്. ചില ബന്ധങ്ങൾ നമ്മളെ വളർത്താനായിട്ട് വരും. ചില ബന്ധങ്ങൾ ശരിയായ സമയത്ത് വീണ്ടും നമ്മളിലേക്ക് മടങ്ങി വരാനുമുള്ള സാധ്യതയുണ്ട്. എന്നാൽ എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ സ്വന്തം മൂല്യം ഒരിക്കലും മറക്കരുത്. നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ വില ഒരു നാൾ വ്യക്തമായിട്ട് മനസ്സിലാകും. അത് ഈ വ്യക്തി ആയാലും, അല്ലെങ്കിൽ ജീവിതം നിങ്ങൾക്കായി ഒരുക്കി വെച്ച മറ്റാരെങ്കിലും ആയാലും, നിങ്ങൾ സ്നേഹവും ബഹുമാനവും അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു റീഡിങ് അതാണ് നമുക്കിവിടെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്തു നോക്കാം. Clues related to this reading. Okay, clues related to this reading. Okay, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് കോട്ടയം ജില്ലയാണ്. 1979 നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്പർ 36 കിട്ടുന്നുണ്ട്. 7 days എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ചാരിറ്റി, ജാനുവരി മന്ത്, ടെക്, മെഡിക്കൽ ഫീൽഡ്, likes traveling. Number 54, പാലക്കാട് ജില്ല. Number 53, letter I, letter A, photography, July month, true love. Number 45, 11/11, 2002, letter S, 2003, number 55, social media, letter X, feels past life connection, letter J, government service, letter R, number 44, number 38, number 22, April month, സെൻസിറ്റീവ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.